ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എറണാകുളം ലക്ഷ്യമാക്കി വെച്ച് പിടിപ്പിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ മഴ തകർത്ത് വാരി പെയ്യുന്നുണ്ട്. പോകുന്ന വഴി പോത്തീസ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഷോപ്പിംഗ് അവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ചെന്നപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഷോപ്പിംഗ് ഉത്സവം അവിടെ നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം ബുക്സിനൊക്കെ നല്ല ഓഫറും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളും പേരൻസുമായിട്ട് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ. നമ്മളിത്തവണ പോയത് സ്കൂൾ ഷോപ്പിങ്ങിനല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഏരിയയിലൊന്നും നിൽക്കാണ്ട് നേരെ മുകളിലേക്ക് വിട്ടു. മുകളിലേക്കുള്ള ആ എസ്കലേറ്ററിൻ്റെ ആ ഒരു ഏരിയ അതെൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. പോത്തീസിൽ ഞാൻ എപ്പോൾ പോയാലും ആവശ്യമില്ലാണ്ട് ഒരു 3-4 പ്രാവശ്യം കയറി ഇറങ്ങാറുണ്ട് ഈ വഴി. എന്താണെന്ന് അറിയില്ല, അത് കാണുമ്പോൾ ഒരു മൊത്തത്തിലൊരു ഭംഗിയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് അവിടെ. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഞാനും പിള്ളേരും കുറച്ച് തവണ കയറി ഇറങ്ങിയൊക്കെ അവിടെ കുറച്ച് സമയം കളഞ്ഞതിന് ശേഷം നേരെ എൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരുമാതിരി ഡ്രസ്സുകളെല്ലാം വലിച്ചു വാരിയിട്ട് നോക്കിയിട്ടും എനിക്കിഷ്ടപ്പെട്ടതൊന്നും എൻ്റെ കണ്ണിൽ കാണാഞ്ഞുകൊണ്ട് ഞാൻ പതിയെ അവിടുന്ന് സ്കൂട്ടായി. പിന്നെ അവിടുന്ന് നേരെ പോയത് കുട്ടികളുടെ സെക്ഷനിലേക്കാണ്. കുട്ടികളുടെ സെക്ഷനിൽ അവിടെ എന്തോ ഒരു ക്രൗഡ് കണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് അവിടെ ഒരു ചെസ് കോമ്പറ്റീഷൻ നടക്കുന്നു. അത് കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. കാരണം നമ്മുടെ അമൻ നന്നായിട്ട് ചെസ്സ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ കൊണ്ട് ഒന്ന് കളിപ്പിക്കാമായിരുന്നു. നമ്മളവിടെ എൻക്വയറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ഓൾറെഡി 4 റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇനി അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടപ്പോൾ നമുക്കിത്തിരി വിഷമമായെങ്കിലും അവന് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ അധികം സമയം അവിടെ കളയാൻ നിന്നില്ല. നമുക്കവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തു. എന്തായാലും അവന്മാർക്കുള്ള 2 പേർക്കുള്ള ഡ്രസ്സുകൾ അവിടെ നിന്ന് കിട്ടി. എന്തൊക്കെയായാലും സ്കൂൾ ഐറ്റംസ് ഇരിക്കുന്നിടം കാണുമ്പോൾ നമ്മുടെ അഫ്ലുവിനൊരു വലിവാണ്. എത്ര പ്രാവശ്യം ആ ഏരിയയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ആളറിയാണ്ട് തന്നെ ആ ഏരിയയിൽ പോയി ഒന്നൊക്കെ ഇറങ്ങി നോക്കിയില്ലെങ്കിൽ അവൾക്കൊരു സമാധാനമില്ല. അങ്ങനെ അവിടുന്ന് ബില്ലും പേ ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അവിടെ നേരെ വെച്ച് പിടിപ്പിച്ചത് ഷീമാട്ടിയിലേക്കാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കയറുകയായിരുന്നു ഷീമാട്ടിയിൽ. എന്തൊക്കെയായാലും ഷോപ്പൊക്കെ കൊള്ളാം. പക്ഷേ നമ്മുടെ ബജറ്റിനെ പറ്റിയ രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും എനിക്കിവിടെ കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും ചുരിദാർ എടുക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട്, ഡ്രസ്സ് എനിക്ക് അത്യാവശ്യമായതുകൊണ്ടും ഞാൻ ഇവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്ത് ഇറങ്ങി. പിന്നെ അതിശക്തമായ മഴ കാരണവും സമയം ഏറെ വൈകിയതിനാലും അന്നത്തെ ഷോപ്പിംഗ് അവിടെ നിർത്തിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു.